ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകൾ അങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകൾ അങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സന്തോഷത്തിന്റെ കാരണം സൃഷ്ടാവായ ദൈവമേ, അങ്ങയുടെ ഛായയിൽ സൃഷ്ടിക്കുകയും അനന്തമായ കാരണത്താൽ പരിപാലിക്കുകയും അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരനെ ദയാപൂർവം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളെ പ്രസാദിപ്പിച്ച ഈ സഹോദരനെ കടങ്ങളിലും പാപങ്ങളിലും നിന്ന് അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹനാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ പാപികൾ നിന്നെ വിളിക്കുന്നു. പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. ഭക്തികുലത്തിൻ പാവങ്ങൾ കൃത്യമളന്നു വിധിച്ചിടുകയും പരിപാവനമാം പറുദീസ നേടാനർഹതയാക്കുണ്ടാം. ഹൃദയം ഇവരെ തള്ളരുതേ, നരകത്തീരണയ്ക്കരുതേ. നിത്യാനന്ദം നുകരാനായി വാതിൽ വന്ന് തുറക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവെ അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കമായി ജീവിച്ചു.
കൂടാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. പാപികളോടുകൂടി എൻ്റെ ജീവനെ തള്ളിയിടരുതേ. രക്തദാഹികളോടുകൂടി എൻ്റെ പ്രാണനെയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവമഹത്വങ്ങൾക്ക് മകനായ ദൈവമേ, ഭൂമിയിൽ അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിച്ച ഈ സഹോദരനെ സ്വർഗീയ മഹത്വത്തിൽ പങ്കാളിയാക്കണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയുടെ പാതയിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അങ്ങ് കുറിക്കണമേ. അനാദി മുതൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ആമേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവാൻ, എങ്കിലും വിശ്വസിക്കുവാൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം അസ്വസ്ഥതകളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇല്ലേ, വഴി ഞങ്ങൾ എങ്ങനെ അറിയാം? യേശു പറഞ്ഞു, വഴിയും സത്യവും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഉത്ഥാനവും ജീവനും ഞാനാകുന്ന നരളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ജീവനിൽ പങ്കാളിയാവുകയും ഉത്ഥാനത്തിലുള്ള പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്ത ഈ സഹോദരനെ ജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവേ, അങ്ങയുടെ പരിപാലനം സമ്പൂർണ്ണമായ സമർപ്പണം നടത്തുകയും വിശ്വാസം കാത്തു സൂക്ഷിച്ചയാളെ മൗത്വത്തിന്റെ കിരീടം അണിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണം ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. മാനവരെല്ലാം അന്തിമനാളിൽ നിത്യവിധിക്കായി വാനിലുയർന്നു പറന്നുവരുമ്പോൾ കഴിയണമെന്നിൽ കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണം ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. വിജയം നേടിയ തനയർക്കെല്ലാം ജയമുടി നൽകാൻ അമ്പരവീതിയിൽ നീ അണയുമ്പോൾ കഴിയണമെന്നിൽ കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണം ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവനെല്ലാം ഞാൻ അവനെ ലോകസിക്കാൻ അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് യുവദാസികളാൽ പരിപോഷിക്കപ്പെട്ട് നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനശ്വരമായ നിത്യാന്നത്തിന് അർഹരാക്കണമേ. കരുണാനിധിയായ കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ ഞങ്ങളുടെ ഈ സഹോദരൻ സ്വർഗരാജ്യം നൽകി അനുഗ്രഹിക്കണമേ. അവിടെ ഇയാളെ പ്രിയകദൈവത്തിന്റെ സ്തുതിയാം ആരാധനയെ സമർപ്പിക്കാൻ യോഗ്യമാക്കുകയും ചെയ്യണമേ. രാജ്യഭരണമേ, സുഖത്തിലെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വാസികളുടെ ആത്മാവിന്റെ ദൈവാനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. പിതാവേ, ഞങ്ങളുടെ രാജ്യഭരണമേ, ഞങ്ങളുടെ തിരുവനന്തപുരം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായ പിതാവിനും സഹോദരനെ ആശ്വസിപ്പിക്കണം. ജീവന്റെ മരണത്തിന്റെ കാലമോ പിതാവും പുത്രനും രക്ഷിതാത്മവുമായ സർവേശ്വര എന്റെ കർത്താവ് നീ അവിടെ ഉയർത്തിക്കും മഹിമയോടെ നിങ്ങളുടെ കർത്താവെ നീ അടയുള്ളൂ എന്നെവിടെ നിലനിൽക്കണമേ നല്ല ഒരു വലം ഭാവേ ആകാശവും ഭൂമി നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതരായുസ്സും സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോട് ഉൾക്കൊണ്ടവരം സുതരെ നിത്യവിരും നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഭാവാപുത്രനും രൂഹായി മൃതരാമെന്നിൽ കനിയേരണം ജീവൻ നൽകി മഹോന്നതമാ കൃപയുടെ നാട്ടിൽ ചേർക്കണം കർത്താവ് നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാദിക്കും നിങ്ങളുടെ പാപങ്ങൾ വായിച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ് നീ ആകാശത്തിനും ഭൂമിയിലും സുതരാകുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രതീക്ഷയും നീയാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും കുഞ്ഞി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ രവികരമോദം നുകരാൻ മുതരെ മഹിമ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ പ്രകാശത്തുനിന്ന് ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശുദ്ധലാസനേൽപ്പിച്ച കർത്താവെ ആശുദ്ധ മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ ഈ സഹോദരനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെ നാഥനും ദൈവമായ മിശിഹായ കുരിശിനടയാളത്തോട് ദൈവം മരണപ്പെടും കൂടെ വാണമയങ്ങളിൽ പ്രത്യക്ഷമായ മഹിമയുമായ ദിവസത്തിൽ
ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ സൗരാജ്യത്തിലേക്ക് നീ സ്വീകരിക്കുമാറാകണമേ. സുരക്ഷിതനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞു പറയാതെയും സഹോദരൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിലും മോചനം നൽകി നീതിമാൻ നവസിക്കുന്ന സ്വർഗീയ അവസ്ഥയിലേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എടുക്കണം. പക്ഷേ പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മധ്യകുലത്തിൻ പാപങ്ങൾ കൃത്യമളന്നു വിധിച്ചിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ. ഹലോ ഹലോ എടാ അതല്ലടാ ഗ്രൂപ്പ് എടുക്കണ്ടോ നോക്കാൻ. ഗ്രൂപ്പ് വീഡിയോ അല്ലേ നമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാസന് നൽകണമുന്നത മോഹന പറുദീസായി വിജയകിരീടം കരുണാനിധിയാം കർത്താവേ, ദാസന് നൽകണമുന്നത മോഹന പറുദീസായി വിജയ
പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഈ ദാസന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഇയാളെ അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളിയാക്കി സന്തോഷിപ്പിക്കണമേ. ആമേൻ. കൽപ്പന കാത്തു നടന്നവരെ കനിവോട് കൃഷ്ണൻ കാക്കണമേ. മോഹനവാനവലോക ദിവ്യസ്വരത്താൽ നവജീവൻ ദാസനരുളിയ സകലേശ ചേർന്നു മഹോന്നത പൂവനിൽ പരിചൊടു നൂതന ഗീതങ്ങൾ പാടാൻ തിരുവരമേകണമേ. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ യേശു നേടിയ വിജയത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ വാഴ്ത്തുന്നു. മരണമടഞ്ഞ അങ്ങയുടെ ദാസൻ ജീവിതകാലത്ത് ചെയ്തുപോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല എന്ന തിരുവചനത്തിലൂടെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവമേ, അയോഗ്യരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച ഈ സഹോദരന്റെ ആത്മാവിനെ രക്ഷയുടെ തിരുമുഖത്തേക്ക് ആനയിക്കണമേ. സ്വർഗോന്മുഖമായ യാത്രയിൽ വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും പുറത്ത് ഇയാളെ ഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും സ്വസ്ഥോടെ പ്രത്യാശകളുടെയും മരണങ്ങളെയും സമ്മാനത്തിനായി സഹോദരനെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പണിമുണ്ടില്ലാത്തതും കാടുവീട്ടില്ലാത്തതും നിത്യ സൗഭാഗ്യത്തിനും പ്രാർത്ഥിക്കുന്ന ഈ സഹോദരന്റെ പ്രയോജനങ്ങളെ പരിഗണിക്കാതെ ഇയാളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷനരിൽ നിന്ന് നിശബ്ദമായി സഹിക്കത പരിശുദ്ധ അമ്മയുടെ നോക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വേദാന്തിയെ ജീവിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെയും അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യാപരിക്കുവാനും നിത്യതയും പ്രാപിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഏൽപ്പിച്ച ദർശനങ്ങളെല്ലാം പൂർത്തിയാക്കി ഞങ്ങളോട് വിട പറഞ്ഞു അങ്ങയുടെ കൃപാലത്തിൽ അണിനിൽക്കുന്ന ഈ ദാസനെ കർണാടകം കൊണ്ട് ആശിപ്പിക്കണമേ. അങ്ങയുടെ സാമീപ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നിറഞ്ഞ മേഖലയോടെ നിൽക്കുന്ന ഞങ്ങളിലേക്ക് പ്രത്യാശയുടെ കരവാങ്ങ നീട്ടുകയും കർത്താവെ സമർപ്പിക്കുന്നു. കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും പ്രത്യാശ നിറഞ്ഞ ഞങ്ങളുടെ സമർപ്പണത്തെ നമ്മളത് കണ്ടുള്ളി അങ്ങ് സ്വീകരിക്കുന്നു. വിജയത്തിലും പരാജയത്തിലും ഉയർച്ചയിലും കാഴ്ചയിലും ഞങ്ങളുടെ കരുത്തിലൂടെ നടത്തുവാൻ അംഗീകാരമായ പരിപാടികൾ തിരിച്ചറിയാൻ കർത്താവിനെ പ്രത്യാശിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായിരുന്നില്ല. അവിടത്തെ പോലെ വിശുദ്ധമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. എന്റെ ഹൃദയം കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്റെ കർത്താവ് എന്റെ ഹൃദയം കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. ആദ്യം മുതലേക്കും ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്കെല്ലാവർക്കും പ്രത്യാശയും സമാധാനവും പറയാൻ ആഗ്രഹിക്കുകയും രക്ഷിതാത്മാവിനെ നമ്മളെ ശക്തിപ്പെടുത്തുകയും പ്രാർത്ഥിക്കാം. ശരിയുണ്ട്. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. രോഗം ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അത് ഞങ്ങളെ പ്രവൃത്തിയിലൂടെ തുടരുവാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് സജ്ജമാക്കിയിരുന്ന സ്വർഗഭാഗ്യത്തിനുള്ള മൂല്യവും ഈ ലോകജീവിതത്തിൻ്റെയും മനുഷ്യതയും മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഉൾപ്പെട്ട് കഴിഞ്ഞുപോയ നിത്യവനത്തെ ദൈവപ്പെടുത്തിയ യേശുവെ ഈ കുടുംബങ്ങളെ ആശ്രയിക്കുകയാണ്. ഉയരുന്ന ഞങ്ങളുടെ ജീവിതമാകുന്ന തോണിയെയും പ്രശ്നങ്ങളാകുന്ന കുടുംബാറ്റുകളെയും സ്ഥിരമായാളെയും നിയന്ത്രിക്കാൻ ഈ കുടുംബത്തിൻ്റെ അംഗത്ത് അങ്ങ് തന്നെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ സമീപത്താൽ കാണിച്ചാൽ നീ അവിടെ കൊണ്ട് കുത്തിട്ടോ നീ കൊടുക്കണ്ടല്ലോ ലൈവ് കുത്തിട്ടോ നീ ഇവിടെ വന്നു ജിയോടെ ഡോംഗ്ലോഡ് വെക്കും. ഉപകാരമാക്കിയതിനെ ഞങ്ങൾ അങ്ങയുടെ അവരുടെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിനായി ഞങ്ങൾ സഹോദരനെയും പിതാവിൻ്റെ വലതുഭാഗത്തുവാൻ അനുണ്ടായിരിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലാസ്റ്റ് സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായ യേശു അവിടേക്ക് ബെത്നായിലെ ജെറുസലേമിനടുത്ത് ഏകദേശം 15 ദശനായോൻ ദൂരത്തായിരുന്നു. അനേകം യൂദരും മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദര പ്രതി ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ജനിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. വല്ലാത്തൊരു അന്തരീക്ഷമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിൽ പലർക്കും അറിയാൻ പാടില്ല. എങ്ങനെ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുമെന്നും നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ആശുപത്രിയിലായിരുന്നു. ഇന്നലെ കിടന്നുകലും കുരിശുപള്ളിയിൽ വിശുദ്ധ കുർബാനയിലും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചതാണ്. തമ്പുരാൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനോ
മുന്നോട്ട് പോകാനൊന്നും പലപ്പോഴും സാധിക്കില്ല. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനം എങ്ങനെയാണെങ്കിൽ ഞാനതിനെ ചോദ്യം ചെയ്യാൻ ആരാ? ജീവിതത്തിലെല്ലാ വേദനകളും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം തന്നെയാണ്. എൻ്റെ ജീവൻ തന്ന്, എനിക്കെല്ലാം തന്ന്, എനിക്ക് സർവസ്വവും തന്ന് എന്നെ വളർത്തി എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ എൻ്റെ ദൈവത്തെ മാറ്റി നിർത്താനോ ഞാൻ ആരുമില്ല. ഈ കുടുംബത്തിലെ ഈ സഹോദരിയോടും ഈ മക്കളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ദൈവത്തോടൊപ്പം തന്നെ നിൽക്കുക, ജനിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളും ഉണ്ടായപ്പോൾ ദൈവം കരുതിയിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ അപ്പനെ ഈ വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ മക്കളെ ഓർത്തും ഈ കുടുംബത്തെ ഓർത്തും നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ ഈ മക്കളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ പള്ളിയിലും ഇടമംഗലം പള്ളിയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ കോട്ടയ്ക്കാവ് പള്ളിയിലൊക്കെ ആയിട്ട് ഒത്തിരി സഹായം ചെയ്തിരുന്നൊരു ചേച്ചിയാണ്. ഈ 2 മക്കളും അഴുത്താരയിൽ തമ്പുരാനോടൊപ്പം വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുത്തിരുന്ന 2 മക്കളാണ്. അത്രമാത്രം ഈ പള്ളിയോടും മറ്റെല്ലാ കാര്യങ്ങളോടും സഹകരിച്ചൊരു കുടുംബമാണിത്. ഈ കുടുംബത്തിൽ തന്നെ ഇങ്ങനൊരു വഴി വന്നിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് നമ്മളെല്ലാവരെയും കുറിച്ച്. ആ പദ്ധതികൾക്കനുസരിച്ചിട്ടാണ് എല്ലാം നടത്തപ്പെടുക. അതുകൊണ്ട് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്ന് ഒരു അപ്പം നഷ്ടപ്പെടുമ്പോൾ അതിന് വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ചെറിയ പ്രായത്തിലാകുമ്പോൾ അത് വളരെ വലിയ വേദനയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ. ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരിയോടും ഈ 2 മക്കളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഈശോയുടെ കൂടെ ജീവിതത്തിൽ. ഈശോ നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. എന്തൊക്കെയായാലും നമ്മളെല്ലാവരും ഉയർത്തിരുന്നേൽക്കുമെന്ന് ഉറപ്പ്. ഉറപ്പിന്മേലാണ് നമ്മളെല്ലാവരും ജീവിക്കുക. നമുക്ക് ജനിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ജനിച്ചേട്ടന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥന എന്ന് മാത്രവുമാണ്. വിശുദ്ധ ബലികൾ അർപ്പിക്കുക, ഒപ്പീസ് പാടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായിട്ട് ഈ സഹോദരന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ അത് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ഈ സഹോദരനെയും ഉയർപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ കുടുംബത്തിനും ഈ സഹോദരനും വേണ്ടി തമ്പുരാന്റെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിലെ ഏറ്റവും വിശ്വസ്തയോടെ ഏറ്റവും ഭക്തിയോടെ പങ്കുചേരാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തെ ഞങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃതനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5, 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ പ്രിയ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും
ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവായ ക്രിസ്തുവിനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് കാത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പാപങ്ങളുടെ മോചനത്തിലും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ്രയം നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, വീട്ടിലെ കർമ്മങ്ങൾ അവസാനിച്ചു. ബാക്കിയുള്ള കർമ്മങ്ങൾ നടത്തപ്പെടുക പള്ളിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് മാനദണ്ഡങ്ങൾ നമ്മളെല്ലാവരും പാലിക്കണം. പള്ളിയുടെ അകത്തേക്ക് ആരും പ്രവേശിക്കേണ്ടതായിട്ടില്ല. അത്യാവശ്യം വേണ്ട വീട്ടുകാർ മാത്രമാണ് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുക. പള്ളിയുടെ ഫ്രണ്ടിൽ മോണ്ടളത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ പുറത്തു നിന്നാൽ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രായമായവരും കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കറിയാം ഇത് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന്. നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുക. അത്യാവശ്യം വേണ്ട ബന്ധുക്കളും മാത്രം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുക. ഈ സഹോദരൻ്റെ ഏഴിൻ്റെ കർമ്മങ്ങൾ വരുന്ന 23-ാം തീയതി രാവിലെ 6:45 കുർബാനയോടാണ് ചേർന്ന് നടത്തപ്പെടുക. ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
ഈ കുടുംബത്തിൻ്റെ ഒരു ശക്തി കിട്ടാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പോകുന്നവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പള്ളിയിലേക്ക് പോകാനുള്ള എല്ലാവരും പള്ളിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഇതിനോട് സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഫാദർ പാലക്കൽ കുടുംബത്തിൻ്റെ എല്ലാ ശാഖകളുടെയും പേരിൽ രക്ഷാധികാരി എന്ന രീതിയിൽ എല്ലാ അനുശോചനവും ഇരുവിൻ്റെ മരണത്തെ നമുക്കറിയാം എന്തുമാത്രം ഇവരെല്ലാം ദുഃഖിതരാണെന്ന്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ കൂടി വരാനോ വന്ന് പ്രാർത്ഥിക്കാനോ ഒക്കാത്ത സാഹചര്യം നമുക്കുള്ളത്. എങ്കിലും എല്ലാവർക്കും പാലക്കൽ കുടുംബ യോഗത്തിൻ്റെ പേരിൽ എല്ലാ അനുശോചനവും പ്രാർത്ഥനയും ദൈവമേ സ്വർഗ്ഗരാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. പ്രിയപ്പെടുന്ന ഈശ്വരൻ്റെ കുടുംബത്തിനും ജനവിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം. നമ്മുടെ പോയ വികാരിയച്ഛന്മാരായ തെക്കിനിയച്ചനും പോളച്ചനും പ്രത്യേകമായിട്ട് അനുശോചനം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പള്ളിയിലേക്ക് പോകാം. ഏറ്റവും ഭക്തിയോടെ വിശുദ്ധമായിട്ട് തന്നെ പള്ളിയിലേക്ക് പോകാം. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. ഹൃദയുടെ നാട്ടിൽ നിത്യവരും പള്ളിയിലേക്ക് പോകാനുള്ളവർ ഇപ്പൊ തന്നെ പൊക്കോളൂട്ടോ. ആരും നിന്ന് നോക്കി നിൽക്കരുത്. ബാക്കിയുള്ളവർക്ക് പോകാം. ഞാൻ പള്ളിയിൽ പോയിട്ട് ആള് പോയിട്ടുണ്ട്. വണ്ടി കണ്ടില്ല. വണ്ടി എന്തൊക്കെ എങ്ങനെയുണ്ട്. എത്ര കേട്ടോ മാഷേ മാഷേ പോലെ പോലെ റേഞ്ച് കേട്ടോ. 1 second.
അപ്പോ ഓക്കേണ് ഞാനൊക്കെ അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും ഈശോർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. പ്രതിയാത്രന്റെ കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. സമയത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമത്തിൽ ധന്യമാകുന്നു. മൃതിയെ പുറപോനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിലാനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, എന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനം. നീതിമാന്മാർ കണ്ടുകാരത്തിന് പ്രകാശോദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവൻ അവർക്കേക്കും. പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കബറിലനുകുലിക്കും. അതിലുള്ളവരോ നാഥന് പുകൾ പാടും. ചെറിയവരും വലിയവരും അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. ആത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരി ജനുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ദേഹത്തെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്കും സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവിനോടുകൂടെ ജനുവിനെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു.
മാമോദിസ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു രാഷ്ട്രങ്ങളെ എൻ്റെ ആത്മാവിൽ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. സഹോദരനെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പുനരുദ്ധാനം നവജീവിതം അറിയിക്കുന്നു. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. മൃതനായ മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതികൻ ചങ്ങലയേവം പൊട്ടിനുറങ്ങി. സ്വർഗമണഞ്ഞോ രജസുതനിനെയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രതയാൽ പരിവേഷ്ടിതനാ. അത്യാവശ്യം വേണ്ടവർ മാത്രം പ്രവേശിച്ചാൽ മതിയെ. എല്ലാവർക്കും കാണാനുള്ള അവസരം തരുന്നതായിരിക്കും കേട്ടോ.
നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന നല്ലി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മൗനത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തത്തെ നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു, മഹിമയോടെ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവനത്തു വരം പാവേ. ഞാൻ ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃഗരായുസ്സും അവരാന്റെ കീർത്തനങ്ങൾ പാടും, മൃഗരാങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി, പാപപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ കാരുണ്യങ്ങളും വിധിയാൻമാനവരാജ്യം നേടും ഭാഗ്യം. കാരുണ്യമെടും വിധിയാൻമാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. പിന്നെ വിളങ്ങും മുഖമൊടുകല്ലറ കിട്ടണേർക്കും മനുജന് ഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമെടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. വലിയ നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നു കേൾക്കും മനുജന് ഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമെടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. ദൈവമേ, പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ട് പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പാപം ചെയ്തുപോയി,
നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവനായ ശബ്ദദാസനെ ഉയർത്ത കർത്താവിന്റെ ശബ്ദമഗ്നിയായ നീതി വിളിക്കുകയുടെ ദിവസത്തിൽ എന്റെ ദാസനെ വിളിക്കുകയും നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കർണവനും നീതിവാനുമായ കർത്താവേ, ഇവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. മനുഷ്യവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാരം പ്രത്യേകിച്ച് കണ്ടവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മകനേവൻ നിത്യജീവനം നൽകി സ്വർഗരാജ്യവാസത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതിൽ നിന്നും വേർപെട്ടുപോയ ദിശകാരുടെ മൗതിക ശരീരത്തിൽ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മളെല്ലാം അവസാനിച്ചപ്പോൾ ഇനി തിരിക്കിടാനുള്ള ഒരാളിപ്പോൾ തിരിക്കിടുക. അവസാനം അന്തിച്ചുമലടക്കിയാണ്. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ. ഈ സമയം കണ്ടു കഴിഞ്ഞവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ആർക്കെങ്കിലും കുന്തിരിക്കിടാനായിട്ട് വരാനുണ്ടെങ്കിൽ പറയാത്ത. വരാനുള്ളൊരു കുതിരിക്കട്ടോ.
തട്ടണം, അങ്ങോട്ടേ തട്ടണം. ഇപ്പുറത്തുണ്ടാവും 3 എണ്ണം മതി. തട്ടില്ലേ? ജസ്റ്റ് ഒന്ന് ശരിച്ചാൽ മതി. നമുക്ക് തട്ടി മനസ്സിലായ ബോഡി ഇവിടെ ഉണ്ടോ നോക്കിയാൽ പൊക്കി പിടിച്ചു പൊക്കി പിടിച്ചോട്ടെ. ബാക്കി കിട്ടിയാൽ മതി. കുഴിയുടെ പറ്റിക്ക് പോകട്ടെ.
അവിടെ വെക്കുക കേട്ടോ. ബോട്ടിൽ പെട്ടി താഴെ വെച്ചോ, താഴെ വെക്കാം. അങ്ങനെ അരിഞ്ഞിട്ട് താഴെ വെക്കും. മാറ്റട്ടോ പോക്കറ്റിന്ന് കുഴിയിലേക്ക് പോയാൽ പിന്നെ എന്താണ് പെട്ടിയെടുക്കുക? ആ മൊബൈലൊക്കെ നോക്കണം. മൊബൈലും പോക്കറ്റിലും എന്താണ് പെട്ടിയെടുക്കുക? അത് പിടിക്കണ്ട. ഇവിടെ പഠിക്കുന്നതിന് ഞാറില്ല. Good.
ആയിട്ടുണ്ട്. വെയിറ്റ് ഫ്രെയിം നോക്കിയാൽ شوفي കാലെടുത്തിട്ട് ചവിട്ടിയോ അത് അപ്പുറത്തെടുത്ത് സജ്ജോ അകത്തു